ഈ മൂവി അവാർഡ്സ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാവുന്ന ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ. അപ്പൊ ഇനി മൂവീസ് ഉണ്ടോ ശരിക്കും? എന്നെ ആക്ച്വലി വിളിച്ചിട്ടുണ്ട്. എന്നെ നമ്മൾ ഈ അവാർഡ്സ് ഒക്കെ അല്ല എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അല്ല എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് ഇപ്പൊ പേരെടുത്ത് തന്നെ പറഞ്ഞ ഈ പ്രശാന്ത് അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹം നമ്മുടെ സിനിമയില് ഒരു വലിയൊരു പങ്ക് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. അതുപോലെ രാജേഷ് മാധവൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക്, കാരണം നമ്മൾ ഇവരൊക്കെ നമ്മളൊരു അനിയന്റെ സ്ഥാനത്താണ് കാണുന്നത്. അപ്പൊ നമ്മൾ കേന്ദ്ര കഥാപാത്രം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഈ പ്രശാന്ത് അലക്സാണ്ടറും രാജേഷ് മാധവനും ഒക്കെ 2 ദിവസം കുടുംബ സെറ്റിലേക്ക് വിളിക്കും, എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം. അങ്ങനെ അത്രയും എന്താ പറയാ ഭയങ്കര കെയർ തന്നിട്ടുണ്ട് ഈ സിനിമയ്ക്കും എനിക്കും ഇവനും ഒക്കെ. അപ്പൊ അങ്ങനെ കണ്ട ഈ ആളുകള് ഈ സിനിമയ്ക്ക് ഇത്ര അവാർഡ്സ് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ വിളിച്ച് തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. പ്രശാന്തനൊക്കെ വിളിച്ച് ഇവരോട് സംസാരിച്ചു, ഞങ്ങൾ പ്രശാന്തനെ മീറ്റ് ചെയ്തു. രാജേഷ് ചേട്ടനാണെങ്കിൽ നമ്മളെ വിളിച്ച് എപ്പോഴും സംസാരിക്കുന്നത്, ഒരുപാട് സന്തോഷം. അപ്പൊ അന്ന് പുള്ളി ചില സമയത്ത് പുള്ളി പറയുന്നത്, അന്ന് നീ പറഞ്ഞപ്പോ എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നീ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പുള്ളി അന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനത്തെ കൂടുതലൊക്കെ വരുന്നു. ഈ സോറിയുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ പുറത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെ ഫിലിം ചെയ്യാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതോ ഇല്ല. അതെ. പിന്നെ ഈ സപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ സോറിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ഞങ്ങൾ പുറത്തു വിട്ടായിരുന്നു. അതിന് മുമ്പ് ടൈറ്റിൽ പോസ്റ്റർ വിട്ടായിരുന്നു. അതിനൊക്കെ കിട്ടിയ സപ്പോർട്ട് ഭയങ്കരമാണ്. ഇൻഡസ്ട്രിയിലുള്ളവർ പറഞ്ഞ ഒരുപാട് പേര് ഭയങ്കരമായി ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് ഭയങ്കരമായി ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലുള്ള ഷെയർ ഒക്കെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് തന്നെയാണ്. ഭയങ്കര മോറൽ സപ്പോർട്ടാണ് ശരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഡയറക്റ്റ് ചെയ്ത സമയത്ത് തോന്നിയിരുന്നോ ഇത്രയും അവാർഡ്സ് ഒക്കെ കിട്ടും? ഇല്ല, അങ്ങനെ ഒരു പ്ലാനിലല്ല ആക്ച്വലി ഡയറക്റ്റ് ചെയ്യാൻ. പക്ഷെ അതൊരു അംഗീകാരമാണ്. അതെ, അംഗീകാരം ആണ്. ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര പ്രോത്സാഹനമാണ്, ഭയങ്കര ഒരു അപ്രീസിയേഷൻസ് ആണ് ആക്ച്വലി. നിങ്ങൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ സിനിമയിലേക്ക് കയറിയപ്പോൾ ഉള്ളത് അല്ലേ? ഇപ്പൊ ഇത്രയും നാളും കണ്ട ഒരു അതേ കൾച്ചറായിട്ടാണോ ഇത് വരണേ? മീൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം സിനിമയിൽ അഭിനയിക്കാന്ന് പറയുന്നത് ഡയറക്റ്റ് അഭിനയിച്ചിട്ടുണ്ടോ ഈ സിനിമയില്? ഇല്ല, ഒരു ചെറിയൊരു പോയിന്റിൽ അഭിനയിച്ചു. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെയല്ല, ആ സ്ഥലത്ത് വേറെ ആരെയും കിട്ടിയില്ല. ആ സമയത്ത് ഞാനിരുന്നു. നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഒരു കണക്ഷൻ കിട്ടും എല്ലാവരുമായിട്ടും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് കൂടുതൽ ഇപ്പൊ ഒരാളോട് കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും ഈ മൂവിയിൽ ഇത്രയും നിങ്ങൾക്ക് ഡെഡിക്കേഷൻ തന്ന ഒരാളാരാണ്? അത് ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഭയങ്കരമായ അതെ ഫാമിലി. ഞങ്ങളുടെ മാത്രമല്ല, ഇതിന്റെ അകത്തുള്ള ബാക്കി 60 പേരുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അവരെയൊക്കെ വിടണമല്ലോ ഇതിന് വേണ്ടിട്ട്. ഭയങ്കര അമ്മ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ മൂവി. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ കുറെ ചെറുപ്പക്കാരുടെ മൂവിയാണ്. അപ്പം സോറി എന്ന് പറയുന്ന മൂവി വലിയൊരു വിജയത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.